ഇരിക്കും. സർ, നിങ്ങളാണോ മെസ്സേജ് ചെയ്തത്? ഈ അല്ലേ എന്തിനാ നിങ്ങൾ ആളെ വിട്ട് കൊന്നത്? വാട്ട്? സർ, എന്തൊക്കെയാ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെന്തിനാ മെസ്സേജ് കണ്ടത് ആരാ എന്താന്ന് പോലും അറിയാതെ നിങ്ങൾ പുറപ്പെട്ടു വന്നത്? അത് ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി ആണ് സർ. കില്ലറെ കണ്ടുപിടിക്കാനുള്ള ആഗ്രഹം കൊണ്ടാ ഞാൻ മെസ്സേജിൽ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് ജെനിഫർ, വന്ന്. enough. ഫസ്റ്റ് നിങ്ങൾ ആ പെണ്ണിനെ കുറിച്ച് ഓരോ ഇഞ്ചായി എക്സ്പ്ലെയിൻ ചെയ്തില്ലേ? അന്വേഷിച്ച് നോക്കിയാ പറയാൻ കഴിഞ്ഞത് ഈ കുട്ടിക്ക് ഫ്രണ്ട്സ് ആയിട്ടും എനിമീസ് ആയിട്ടും ആരുമില്ല സർ. അപ്പൊ എനിക്കൊന്നും തോന്നിയില്ല. രാവിലെ കൊലയാളിയെ കിട്ടിയതും കേസ് ക്ലോസ് ചെയ്യാൻ എന്നെ ഇൻസിസ്റ്റ് ചെയ്തില്ലേ? ഇത്ര പെട്ടെന്ന് കില്ലറെ കണ്ടുപിടിക്കുന്നും ഈ കേസ് സോൾവ് ആവുന്നു. അപ്പോഴും എനിക്കൊന്നും സ്ട്രൈക്ക് ആയില്ല. ഈ കേസിൽ ഇൻവോൾവ് ആയിരിക്കുന്ന എല്ലാവർക്കും ഇല്ലാത്തൊരു കാര്യം നിന്നിൽ ഞാൻ നോട്ട് ചെയ്തു. എക്സൈറ്റ്മെന്റ്. സർ, അവനെന്തോ പേപ്പർ തന്നായിരുന്നില്ലേ? ഐ വിൽ ഡു ഇറ്റ് സർ. കേസിന്റെ എല്ലാ ടേണിംഗ് പോയിന്റിലും എക്സൈറ്റ്മെന്റ്. എല്ലാ സ്ഥലത്തും നിങ്ങൾ തന്നെയാണ് സർ. പിന്നൊരു കാര്യം, ഈ ജെനിഫർ അല്ലേ? അതോ റിട്ടയർഡ് IG മാണിക്കവേലില്ലേ, അയാള് സജസ്റ്റ് ചെയ്തതാ. അദ്ദേഹത്തിന്റെ ട്രെയിനിയാണെന്ന് തോന്നുന്നു. ബെസ്റ്റ് സ്റ്റുഡന്റ് ഓഫ് അക്കാഡമി എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഞാനും ഒരു ഫ്രഷ് മൈൻഡ് കേസിലുണ്ടാകുമ്പോൾ നിങ്ങൾക്കൊരു സഹായമാവുമല്ലോ എന്ന് കരുതി. എനി ഇഷ്യൂസ് കുമാർ? നിങ്ങളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് എക്സിക്യൂട്ട് ചെയ്ത് നിങ്ങളുടെ ട്രാക്സ് നിങ്ങൾ എന്നെ കവർ ചെയ്തിരിക്കുന്നു. സർ, സോ നിങ്ങളും നിങ്ങൾ ആളെ വിട്ട് കൊന്ന ആ പെണ്ണും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്. വളർന്നതെല്ലാം ഒരേ ആശ്രമത്തിൽ. അവിടെയാണ് പ്രശ്നം തുടങ്ങിയിരിക്കുന്നത്. നിങ്ങളും വേറെ ഒരു പെണ്ണും ക്ലോസ് ആയിരിക്കുന്നത് കണ്ട ഈയൽ അത് നിങ്ങളുടെ ആശ്രമത്തിലെ ഫാദറിനെ അറിയിച്ച് അത് വലിയ പ്രശ്നമായി. നിങ്ങൾ അതുകൊണ്ട് ആശ്രമത്തിൽ നിന്ന് പുറത്തിറങ്ങി. നിങ്ങൾക്കുണ്ടായ നാണക്കേടിന് നിങ്ങളിപ്പോൾ സമയം കിട്ടിയപ്പോൾ പ്രതികാരം വീട്ടിയല്ലേ? ഓരോ മൂവും ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഓരോരുത്തരെയും ആദ്യം തൊട്ട് ഡ്രൈവ് ചെയ്ത് അതിന്റെ ലീഡും കൊടുത്ത് എല്ലാവരും വട്ടം കറക്കിച്ചല്ലേ നീ? ജീനിയസ്. സർ, എന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിലൊന്നും എനിക്ക് എതിർപ്പില്ല. ഞങ്ങൾക്കിടയിൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. യെസ്. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ കേസ് ഞാനാണ് ഡ്രൈവ് ചെയ്തത്. ഓരോ ടേണിംഗ് പോയിന്റിലും ഐ വാസ് എക്സൈറ്റഡ്. എന്താ കരുതി? അതിനർത്ഥം ഞാനാണ് ചെയ്തതെന്നാണോ? ഇനി ഡീസന്റ് ആയിട്ട് സംസാരിച്ചാൽ വർക്ക്ഔട്ട് ആവില്ല. സർ, എന്റെ സൈഡിലെ സ്റ്റോറി നിങ്ങൾ കേൾക്കണം. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുമെങ്കിൽ കേൾക്കാം. അതല്ല നിങ്ങളുടെ സൈഡിലെ സ്റ്റോറി മാത്രമേ പറയുമെങ്കിൽ ധാരാളമായിട്ട് പറഞ്ഞോ. പക്ഷെ ഇവിടെ വെച്ച് കേൾക്കാൻ പറ്റില്ല. രാമസ്വാമി, ബാക്കിലെ വണ്ടി കൊണ്ടുവരുത്ത്. പറയുന്നത് ചെയ്യ രാമസ്വാമി. ശരി സാർ. സാറേ, പറയൂ രാമസ്വാമി. എനിക്കെന്തോ ഇത് ജെനിഫർ ചെയ്തിരിക്കുന്നത് തോന്നുന്നില്ല സാറേ. അതെങ്ങനെയാ നിങ്ങൾ പറയുന്നേ? മണി ട്രാൻസ്ഫർ ഓഫീസിൽ ആ കുട്ടി നമ്മുടെ കൂടെയല്ലേ ഉണ്ടായിരുന്നത്? ഇത് ഞാൻ സാറിനോട് മുമ്പേ പറയേണ്ടതായിരുന്നു. ഐ എം സോറി. സാറ് പറഞ്ഞതുപോലെ ഞങ്ങൾ തമ്മിൽ തീർത്താ തീരാത്ത പകയുണ്ടായിരുന്നു. പക്ഷേ ഇത് വിധിയാണോ കോയിൻസിഡൻസ് ആണോ എന്നറിയില്ല. റീസെന്റ് എന്നെ എന്തോ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവൾ എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചത്. അത് കേട്ടപ്പോൾ മുതൽ എനിക്ക് നല്ല കുറ്റബോധം ഉണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് അവളെ കാണാൻ വേണ്ടി ഞാൻ അവളുടെ ഫ്ലാറ്റിൽ പോയിരുന്നു. അവള് വീട്ടിലുണ്ടായിരുന്നില്ല. അവള് പുറത്തെവിടെങ്കിലും പോകുന്നതിന് മുമ്പ് അവളെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയത്. അപ്പോഴവള് മരിച്ചു കിടന്നത് ഞാൻ കണ്ടത്. അതിനുശേഷമാണ് കില്ലർ ആരാന്ന് കണ്ടുപിടിക്കാൻ മാണിക്യവേൽ സാറിന്റെ അടുത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് കേസ് ഉണ്ടെന്നും ഞാൻ കൂടെ നിന്ന് ഒബ്സർവ് ചെയ്യാന്നും പറഞ്ഞത്. ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന്റെ കേസിൽ ഇൻവോൾവ് ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ സാർ ഞാൻ ഇതൊക്കെ ഒളിപ്പിച്ചത്. ഞാൻ ബ്രില്യൻ്റ് ഒന്നല്ല ജെനിഫർ. ഈ കൊലയാളിയെ കണ്ണു നോക്കി കണ്ടുപിടിക്കുന്ന ടെക്നിക്കൊന്നും എനിക്കറിയില്ല. എൻ്റെ അച്ഛനൊരു ഇൻസ്പെക്ടറാ. ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ തന്നെ മരിച്ചു. വീട്ടിലൊരാൾക്ക് ജോലി തരാമെന്ന് പറഞ്ഞപ്പോൾ 21 വയസ്സിൽ ഞാൻ ജോയിൻ ചെയ്തു. പിന്നെ എക്സാം, റെക്കമെൻഡേഷൻ, അങ്ങനെ എങ്ങനെയോ ഞാൻ ഈ ഇൻസ്പെക്ടർ പോസ്റ്റ് വാങ്ങിച്ചു. ഈ 14 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഒരു കേസ് കണ്ടതും
അത് പ്രെഡിക്റ്റ് ചെയ്ത് ഇങ്ങനെയാ സംഭവിച്ചതെന്ന് അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടേ ഇല്ല. എനിക്കറിഞ്ഞ ഒരേ മെത്തേഡ് ട്രയൽ ആൻഡ് എറർ. ആരുടെ മേലെ എനിക്ക് ഡൗട്ട് ഉണ്ടോ അവരെ കോർണർ ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അങ്ങനെ അവർ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ബോധ്യമായ ഡൗട്ടുള്ള അടുത്ത ആളെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അത് സക്സസ് ആയിട്ടുമുണ്ട്, ഉഴപ്പിയിട്ടുമുണ്ട്. സോ തെറ്റിദ്ധരിക്കില്ല ജെനിഫർ. ഐ എം സോറി. കുറെ ജോലിയുണ്ട്, നമുക്ക് പോവാം. യെസ് സർ. എന്നെ Sir, കാണാൻ ഒരു പൊട്ടനെ പോലെ അഞ്ച് തോന്നുന്നു. minute ചെയ്യ്. അച്ഛൻ എന്റെ പോയി husband ക്യാമറയിൽ പിടിച്ചിട്ട് ഒന്നും വരും. പറയാൻ ഒരു അഞ്ച് പറ്റില്ല. minute wait ചെയ്യാൻ ഓർഡർ പറ്റില്ലേ? വിളിച്ചുകൊണ്ട് Sir, ഞാൻ ഇരിക്കുകയാണ്. wait ചെയ്യാം. Sir, Wait ചെയ്യ്. ഒരു അഞ്ച് please, മിനിറ്റ് sir. മതി. സർ ഓർഡർ അർജന്റ് വേറെ വിളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നിങ്ങളത് നോക്കിക്കേ. സാർ അച്ഛൻ വരുന്നുണ്ട് ഡോ. സാർ, ഞാൻ പറഞ്ഞതല്ലേ. എന്താ പ്രശ്നം? സാർ നിന്നുകൊണ്ടിരുന്ന വണ്ടിയിൽ വന്നിടിച്ചു സാർ. സാർ ഞങ്ങളുടെ അടുത്താ തെറ്റ്. എയർപോർട്ട് പോകുന്ന അർജൻസിൽ അച്ഛൻ അടിച്ചതാ. അതെ സാർ, ഒരു അഞ്ച് ഇൻഷുറൻസ് മിനിറ്റ്. ക്ലെയിം ചെയ്യാൻ പേപ്പർ ചോദിച്ചു, അച്ഛൻ എടുക്കാൻ പോയിരിക്കുക. സാർ 1 മണിക്കൂറായിട്ട് ഇതന്നെ പറയുന്നത് സാർ. എനിക്ക് എയർപോർട്ട് പോകണം, ഫ്ലൈറ്റ് ഉണ്ട്. അവര് പോട്ടെ, ഞാൻ വേണമെങ്കിൽ ഇരിക്കാം സാർ. And she moved to US. സാറേ അത് US അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ആയിരിക്കുന്നതാണ്. 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് വാങ്ങിച്ചിട്ട് പോ. ശരി സാർ. വണ്ടി എടുക്ക്. ആ ലെഫ്റ്റിലൊന്ന് നിർത്തിയേ. ഇത് എയർപോർട്ട് മാനിഫെസ്റ്റോ. ലാസ്റ്റ് 3 months മിഥുന്റെ അമ്മ ജയന്തി മേനോന്റെ നെയിം ഉണ്ടോന്ന് ഒന്ന് നോക്കി. ഓക്കെ സർ. മിഥുന്റെ അവന്റെ അമ്മയുടെയും കോൾ ഹിസ്റ്ററി മെസ്സേജസ് എല്ലാം ട്രേസ് ചെയ്യാൻ പറഞ്ഞില്ലേ, എന്തായി? ഇപ്പൊ 3 monthsന്റെ ഡീറ്റെയിൽസ് ഉണ്ട് സർ. ആവറേജ് ആയിട്ട് വീക്ക്ലി 2 to 3 times ആണ് കോൾ ചെയ്തിരിക്കുന്നത്. പിന്നെ മെസ്സേജസ് നോക്കിയപ്പോ എമൗണ്ട് ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് മാത്രം ഉണ്ടായിരുന്നത്. എയർപോർട്ട് മാനിഫെസ്റ്റോ എന്തായി? എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട് സർ. നിങ്ങൾ ചോദിച്ചതുപോലെ മിഥുന്റെ അമ്മ ജയന്തി മേനോൻ റീസെന്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല സർ. ശരിക്കും പറഞ്ഞാൽ അവർ വന്നിട്ട് 2 years ആയി.